Hello guys. ഹലോ ഗായ്സ് പോഡ്കാസ്റ്റിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഹാപ്പിയാണ് ഞാൻ. സോ സെറ്റ് ഫുൾ ഹാപ്പി. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ്സിൽ പോയി ടൈം 9:15. എനിക്ക് 9 മണിക്ക് ക്ലാസ്സിൽ കാരണം 9 മണിക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറ്റത്തില്ല. സോ ഇന്ന് സ്കൂളിൽ പോകില്ല. കാരണം മെയിൻ എൻ്റെ സന്തോഷമാണ് നമ്മളെ ക്യാമറ ഇന്നത്തെ തെറ്റി അത് കയ്യിൽ കിട്ടാൻ എന്താ പറയുക. ഇപ്പം എത്രയോ ദിവസം വരെ നിന്നിട്ടുണ്ട്. എത്രയോ ദിവസം നമ്മൾ കുടുംബ വീട്ടിൽ പോയി കുറേ ദിവസം വരെ നിന്ന് കുറേ ദിവസം നിന്ന് കുറച്ച് ഇതൊക്കെ ആയിരുന്നു. എന്നിട്ട് നമുക്ക് കയ്യിൽ സാധനം കിട്ടില്ല. അത് വരും, ഓർഡറാവും, വരും, ക്യാൻസലാവും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഇന്നും ഉറപ്പ് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടുമെന്ന്. അങ്ങനെ ഇന്നലെ തന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ കമ്പനിയിലൊക്കെ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെലിവറി ബ്രോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാധനം എത്തും, ഉച്ചയ്ക്ക് എത്തും, നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ കേസ് ക്യാമറ. അതും വേറെ ഒന്നുമില്ല, ആക്ഷൻ ക്യാമറയാണ്. ബട്ട് എനിക്ക് ആ ഒരു ക്യാമറ എന്നുള്ള ഒരു ഇതുണ്ട്, മനസ്സിലായ. എനിക്ക് ക്യാമറ നമുക്ക് മറ്റേ ക്യാമറ കിട്ടുന്ന 19,000 രൂപ വേണം. അതൊന്നും നമ്മളെ കയ്യിലില്ല. സോ ഒരു ക്യാമറ എന്ന് പറയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പം എന്താണ് പറയുക, നമ്മളെ ബാറ്ററി പറഞ്ഞുണ്ട്. ബാറ്ററി ഇപ്പോൾ എടുക്കില്ല, തൽക്കാലം ക്യാൻസൽ. രണ്ടും ഒരുമിച്ചാണ് എത്തിയത്. RC ബാറ്ററി, ഇതിൻ്റെ ബാറ്ററി. അപ്പം ഇത് എടുക്കുന്നില്ല, ഞാൻ ക്യാൻസലാക്കി വിടാനാണ് എൻ്റെ പ്ലാൻ. കാരണം ഇപ്പം ബഡ്ജറ്റ് നോക്കിയിട്ട് കാര്യമില്ല. പറയാനായിട്ട് നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നമ്മൾ ചലഞ്ച് വീഡിയോസ് വരെയാണ്. അന്ന് ഇപ്പം ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. നമ്മൾ എൻ്റെ കുടുംബത്തിൻ്റെ അവിടെ അടുത്ത ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടായിരുന്നു. എല്ലാം സ്കൂളിലൊക്കെ പോയി. ഒരുത്തം മാത്രമേ ഉള്ളൂ. അപ്പം +2 കഴിഞ്ഞ് കോളേജിൽ നിൽക്കുകയാണ്. നാളെ മുതൽ അവിടെ കോളേജിലോട്ട് പോവുകയാണ്. എന്തായാലും നമുക്കിവിടെ എൻ്റെ ഇവിടെ വീട്ടിൽ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പം വേറോട്ട് പോവുകയാണ്. പോയിട്ട് അവിടെ നിൽക്കാം, അതിൻ്റെ അവിടെ സാധനം എടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് നിൽക്കാൻ വൈകുന്നേരം തന്നെ നമ്മൾ മാക്സ് ചലഞ്ചിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. സോ നമുക്ക് നോക്കാം എന്താണ് ഒക്കെയാണ് പരിപാടിയെന്ന് നോക്കാം. സോ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാം. അവിടെ നിന്ന് കഴിക്കണം, നമുക്ക് നേരെ പോകണം. ഒരുപാട് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പബ്ലിക് അവിടെ പോയിട്ട് അവനെ വിളിച്ചാൽ അപ്പോൾ അവൻ അവിടെ എത്തും. എന്നിട്ട് പിന്നെ അവനെയായിട്ട് കണ്ടിരിക്കും. ഈ നോട്ട് എഴുതാനുണ്ട്, നോട്ട് കൊടുക്കും. അപ്പോൾ അവൻ +2 കഴിഞ്ഞുകൊണ്ട് അവന് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ട്. കാരണം ജേണൽ എൻട്രി കാരണം അതെനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവനെ ചോദിപ്പിച്ച് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ സോ നമുക്ക് തന്നെ ഇൻട്രോജൻ്റെ വീഡിയോ ലെങ്ത്താണ്. മാക്സിമം ലെങ്ത് കുറച്ച് കൊടുക്കാം നമുക്ക്. നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ് കുടുംബ വീട്ടിലെത്താറായി നടക്കുന്നുണ്ട്. സോ ഞാൻ നേരെ വീട്ടിൽ നിന്ന് അമ്മ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ ആട്ടയിലാണ് പോകുന്നത്. അപ്പോൾ ആട്ടയിൽ കയറി നേരെ മെയിൻ റോഡിലൊന്ന് ഇറങ്ങി. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഇറങ്ങിയതേ ഉള്ളൂ, ലിഫ്റ്റ് കിട്ടി, കയറി. പിന്നെ എത്തി നടക്കണം. വീട്ടിലോട്ട് പോകണം, കുറച്ചേരി ഇരിക്കണം. മറ്റവൻ വരും. അപ്പോൾ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. എന്താകുമോ എന്തോ നോക്കാം. അവിടെ എത്തിയിട്ട് വീഡിയോ എടുക്കാം. സാധനം കിട്ടിയിട്ടുണ്ട്. അൺബോക്സ് ചെയ്യാൻ മറ്റേ ബാറ്ററി എടുക്കുന്നില്ല. ഇപ്പം പൈസ ഇട്ടാണ്. എൻ്റെ ബാറ്ററിക്ക് പൈസ ഇരിക്കുന്നു. മറ്റേ വാക്സിൻ്റെ സാധനം വാങ്ങുന്നതുകൊണ്ടാണ് എടുക്കാത്തത്. ബാറ്ററിക്ക് എത്ര? ബാറ്ററിക്ക് 300 രൂപ. 300 രൂപ കറക്റ്റ് ഇരിക്കണം എൻ്റെ. അത് ഞാൻ ഇപ്പം ഇന്ന് ഓൺലൈനിൽ നോക്കി ഞാൻ. അപ്പോൾ അതിൻ്റെ ചാർജിങ്ങിൻ്റെ ചിപ്പ് കറക്റ്റല്ല, അതുകൊണ്ടാണ് മെയിനായിട്ട് എടുക്കാത്തത്. സോ പോയിട്ട് അൺബോക്സ് ചെയ്യാം. ഇതിന് ആവശ്യം വരില്ലല്ലോ ഈ സാധനം. ഇത് ഓണാക്കുന്നു. സ്വിച്ച് ചെയ്യുന്നത് സ്വിച്ച് HD ബാറ്ററിയില്ല സാധനമാണ്. ഭയങ്കര സാധനങ്ങൾ. ചാർജർ നോർമൽ ചാർജർ.
അതിൽ ഓൻ്റെ സ്വിച്ച് ഉണ്ടോ? അങ്ങനെ തുറക്കണം എങ്ങനെയാണ് ഇത്? നൈസ്. ഇവിടെ വേണം അവിടെ മറ്റേ കത്തി ഓണായില്ലല്ലോ. ബാറ്ററി ഇല്ലേ? ബാറ്ററി ഞാൻ കിടക്കണം. അതല്ലേ ചാർജ്. നോക്ക് സ്ക്രാച്ച് ഉണ്ടോ? ഞാൻ രീതിയിൽ പിടിക്കണത്. ചാർജിന് കുത്തി വയ്ക്കാനാ? അങ്ങനെ കുത്തിയിട്ട് നോക്കിയോ വേണമെങ്കിൽ അതിൻ്റെ അടുത്തും കിടക്കും. സോ ഗൈസ്, അപ്പം നമ്മൾ സാധനം എത്തി. തേഞ്ഞ് ഗൈസ്, തേഞ്ഞ് ആ സാധനം ആ ഒരു റേഞ്ചിന് അത്യാവശ്യം കൊള്ളാം. പക്ഷേ നമ്മളെ ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. നമ്മളെ ഫോണിൻ്റെ ക്ലാരിറ്റി പോലും ഇല്ല അതിന്. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ എനിക്ക്. ഇപ്പം സാധനം ഇരിക്കൊണ്ട് ഒരു ക്യാമറ ആയിട്ട് ഇരിക്കട്ടല്ലേ. റിട്ടേൺ അയച്ചിരുന്നാലും വേറെ ഓർഡർ ചെയ്യുമ്പോൾ ഇതേ സാധനം തന്നെ കിട്ടും. ഈ ക്ലാരിറ്റി കിട്ടും. 4K ഒന്നുമല്ല അത്, 4K ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ ആ ചെറിയൊരു സാധനത്തിന് അത്യാവശ്യം നല്ലൊരു സാധനമാണത്. നമുക്ക് നോക്കാം. ഇരിക്കട്ടെ നമ്മളതിൽ സാധനം. കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. എന്ത് തേങ്ങയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ക്യാമറയിൽ എന്തായാലും വീഡിയോ എടുത്ത് ആഡ് ചെയ്യും. ഒന്ന് നോക്കിയാൽ നിങ്ങൾ. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് വീഡിയോ ചലഞ്ചിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങാൻ പോകണം. മെഡിക്കൽ സ്റ്റോറിൽ പോകണം. വാക്സ് വാങ്ങണം, ചാർജ് പിടിക്കണം. അപ്പം ക്യാമറയുടെ ഡീറ്റെയിൽ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ചാർജില്ല, ചാർജർ ഇട്ട് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വീഡിയോ ആഡ് ചെയ്യാം. ഗൈസ്, നമ്മൾ പോയി വാങ്ങിച്ച സാധനമൊക്കെ നമ്മളെ ക്യാമറ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കാരണം അത്യാവശ്യം ഇത്ര ക്ലാരിറ്റി ഉള്ളൂ. സോ ഇത്ര ക്ലാരിറ്റി ഉള്ളൂ. ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്രെയിമിൻ്റെ ഒരു സൈഡിൽ കാണാൻ പറ്റിയൊരു വീഡിയോ. ഇത്ര ക്ലാരിറ്റി ഉള്ളൂ നമ്മൾ ഈ ഒരു സാധനം. ഓക്കെ, സോ ഗൈസ്, വീട്ടിലോട്ട് പോകുന്നു. എനിക്ക് ബാക്കിയുള്ളമാരൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ചലഞ്ചിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ തിരക്കും കൂടെ ആയപ്പം മൊത്തത്തിൽ തേഞ്ഞ് വീണ്ടും എടുക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ പോവുകയാണ്. നമ്മളെ വീഡിയോ എൻഡ് ചെയ്യണം. സോ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് മുമ്പേ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാമത്തെ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ജമാലി സോറി അതിൽ പറഞ്ഞു RC Kiddis സൈനിങ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.